+2 ഹയർ സെക്കൻഡറി ഫിസിക്സിൻ്റെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള കറണ്ട് ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററിലെ മറ്റൊരു പുതിയ ടോപ്പിക്കാണ് ഇന്ന് ഇവിടെ പഠിപ്പിക്കുന്നത്. ഓൾറെഡി നമ്മൾ സെൽസ് ഇൻ സീരീസ് എന്നുള്ളത് കോമ്പിനേഷൻ ഓഫ് സെൽസ് ഇൻ സീരീസ് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് സെൽസ് ഇൻ പാരലൽ ആണ്. അപ്പോൾ പാരലൽ റെസിസ്റ്റേഴ്സ് എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്താണ് പാരലൽ എന്നുള്ള വാക്ക്, അല്ലെങ്കിൽ സെല്ലുകൾ എങ്ങനെ പാരലലി കണക്ട് ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു ഐഡിയ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ രണ്ട് സെല്ലുകൾ എടുത്തിട്ടുണ്ട്, ഹാവിങ് EMF E1 ആൻഡ് E2 റെസ്പെക്റ്റീവ്ലി. ഇവിടെ നിങ്ങൾക്ക് കാണാം E1 എന്നുള്ള ഒരു EMF ഉള്ള ഒരു സെല്ലുണ്ട്, E2 എന്നുള്ള EMF ഉള്ള മറ്റൊരു സെല്ലുണ്ട്. E1 എന്നുള്ള EMF ഉള്ള സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R1 ആണ്. ഇവിടെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് E2 എന്നുള്ള സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R2 ആണ്. അവർ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് പാരലൽ കണക്ഷൻ ആണെന്ന് മനസ്സിലാവുക? ഈ ഒരു സെല്ലിൻ്റെ പോസിറ്റീവും മറ്റൊരു സെല്ലിൻ്റെ പോസിറ്റീവുമായിട്ടും ഇതിൻ്റെ നെഗറ്റീവ് ഈ സെല്ലിൻ്റെ നെഗറ്റീവുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഒരു കോമൺ പോയിന്റ് നമുക്കിവിടെ കിട്ടും അല്ലേ. ഇവിടെ B1 എന്നുള്ള ഒരു പോയിന്റ് കിട്ടും, ഇവിടെ B2 എന്നുള്ളൊരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അത് കോമൺ പോയിന്റ്സ് ആണ്. ഇനി നിങ്ങൾ നോക്കുക, ഒന്നാമത്തെ ബാറ്ററിയിൽ നിന്നും പോസിറ്റീവിൽ നിന്നും പുറപ്പെടുന്ന കറണ്ടാണ് I1. ഇവിടെ രണ്ടാമത്തെ ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന കറണ്ട് I2. ഈ രണ്ട് കറണ്ടും B1 എന്നുള്ള ജംഗ്ഷനിലേക്കാണ് വരുന്നത്. അപ്പോൾ B1 എന്ന ജംഗ്ഷനിലുള്ള ടോട്ടൽ കറണ്ട് എന്നുള്ളത് എത്രയാണ്? I1 പ്ലസ് I2 ആണ്. അപ്പോൾ നമുക്ക് പറയാം ടോട്ടൽ കറണ്ട് എത്രയാണ്? I = I1 പ്ലസ് I2 ആണ്. കഴിഞ്ഞ കേസിൽ നമുക്ക് ആകെ ഒരൊറ്റ കറണ്ട് ഉണ്ടായിരുന്നു സീരീസിൽ അല്ലേ, കാരണം കറണ്ടിന് പോകാൻ ഒറ്റ വഴി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ രണ്ട് ബാറ്ററിയിൽ നിന്ന് സെപ്പറേറ്റ് പാത്തിലൂടെയാണ് കറണ്ട് വരുന്നത്. അപ്പോൾ കറണ്ടാണ് ഇവിടെ ടോട്ടൽ കറണ്ട് I = I1 പ്ലസ് I2. ഇനി B1 എന്നുള്ള പോയിന്റിലെ പൊട്ടൻഷ്യൽ VB1 എന്നും B2 എന്നുള്ള പോയിന്റിലെ പൊട്ടൻഷ്യൽ VB2 എന്നും എടുക്കുകയാണ്. സോ VB1 and VB2 be the potentials at points B1 and B2 respectively. ഇനി നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു വോൾട്ടേജും EMFും തമ്മിലുള്ള റിലേഷൻ അല്ലേ. ടെർമിനൽ വോൾട്ടേജും EMFും തമ്മിലുള്ള റിലേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. V = E - IR. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, B1 എന്നുള്ള പോയിന്റിനും B2 എന്നുള്ള പോയിന്റിനും ഇടയ്ക്ക് രണ്ട് സെല്ലുകളാണ് ഇപ്പോൾ പാരലലി കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ V = നമുക്ക് പറയാം എന്താണ്, പൊട്ടൻഷ്യൽ എത്രയാണ്? VB1 മൈനസ് VB2. VB1 എന്നുള്ളത് ഹയർ പൊട്ടൻഷ്യലും VB2 എന്നുള്ളത് ലോവർ പൊട്ടൻഷ്യലുമാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നുള്ളത് VB1 മൈനസ് VB2 ആണ്. അതിന് നമ്മൾ ജനറലി V എന്നുള്ളത് കൊടുക്കുകയാണ്. സോ V = VB1 മൈനസ് VB2, ദാറ്റ് ഈസ് E1 മൈനസ് I1 R1. V = E - IR എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് സെല്ല് വെച്ച് നമ്മൾ പറയുമ്പോൾ ഒന്നാമത്തെ സെല്ലിൻ്റെ കേസിലെ EMFും ഒന്നാമത്തെ സെല്ലിൻ്റെ കറണ്ടും ഒന്നാമത്തെ സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസും വെച്ചിട്ട് V = E - IR എന്നുള്ള ഇക്വേഷൻ പറയാം. സോ V = E1 മൈനസ് I1 R1. അതേപോലെ തന്നെ അല്ലേ രണ്ടാമത്തെ സെല്ല് വെച്ച് പറയുമ്പോഴും? രണ്ടാമത്തെ സെല്ലിൻ്റെ കേസിൽ എന്താണ് വരിക? അവിടെയും V = E - IR ആണ്. രണ്ടാമത്തെ സെല്ല് കണക്ട് ചെയ്തുള്ളതും B1 B2 എന്നുള്ള പോയിന്റുകൾക്ക് ഇടയിലാണ് അല്ലേ. സോ V = VB1 മൈനസ് VB2, ദാറ്റ് ഈസ് E2 മൈനസ് I2 R2. നമുക്ക് എന്താണ് കിട്ടേണ്ടത്? I = I1 പ്ലസ് I2 എന്നുള്ള ഇക്വേഷനിലാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്, അതിലാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടെത്തണം? I1 കണ്ടുപിടിക്കണം, അതുപോലെ I2 കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ ഇവിടെ എടുത്ത് എഴുതി, V = E1 മൈനസ് I1 R1. സെക്കൻഡ് ഇക്വേഷൻ V = E2 മൈനസ് I2 R2. ഇനി ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ I1 R1നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഈ നെഗറ്റീവ് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ പോസിറ്റീവ് ആവും. I1 R1 = E1 ഇവിടെ തന്നെ ഉണ്ട്, E1 ഈ V എന്നുള്ള റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. റൈറ്റ് സൈഡിലേക്ക് നമ്മൾ V എന്നുള്ള ടേമിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ -V ആവും. സോ I1 അല്ലെങ്കിൽ I1 R1 = E1 മൈനസ് V. അതിൽ നിന്ന് എങ്ങനെ I1 കണ്ടുപിടിക്കുക? R1 എന്നുള്ളത് ഈ സൈഡിലേക്ക് കൊണ്ടുവരിക. സോ E1 മൈനസ് V ബൈ R1, അതാണ് I1. അതേപോലെ സെയിം മെത്തേഡ് നമ്മൾ I2 കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് I2 R2 = E2 മൈനസ് V. I2 = E2 മൈനസ് V ബൈ R2. I = I1 പ്ലസ് I2 എന്നുള്ള ഇക്വേഷൻ നമ്മൾ I1 എന്നുള്ളതിന് ഈ ടേമും I2 എന്നുള്ളതിന് നമ്മൾ ഈ ടേമും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷൻ ഇങ്ങനെ കിട്ടും, I = E1 മൈനസ് V ബൈ R1 പ്ലസ് E2 മൈനസ് V ബൈ R2. ഇനി ഓരോ ടേമുകളായി നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇക്വേഷനിൽ എഴുതുക. ദാറ്റ് ഈസ് E1 ബൈ R1 മൈനസ് V ബൈ R1 പ്ലസ് E2 ബൈ R2 മൈനസ് V ബൈ R2. ഇനി നമ്മൾ ഈ ഇക്വേഷനിലെ EMFകളുടെ ടേമിനെയൊക്കെ നമ്മൾ ഒപ്പം എഴുതുകയാണ്. അതുപോലെ വോൾട്ടേജിൻ്റെ ടെർമിനൽ വോൾട്ടേജിൻ്റെ ടേംസ് വേറെ എഴുതുക. ദാറ്റ് ഈസ്
E1/R1 പ്ലസ് E2/R2 മൈനസ് V/R1 മൈനസ് V/R2. ഇനി മൈനസ് വി എന്നുള്ളത് ഇവിടെ കോമൺ ടേം ആണ്. ആ കോമൺ ടേം നമുക്ക് പുറത്ത് എഴുതാം. സോ I ഈസ് ഈക്വൽ ടു E1/R1 പ്ലസ് E2/R2 മൈനസ് വി ഇൻറ്റു 1/R1 പ്ലസ് 1/R2. ഇനി വീണ്ടും നമ്മൾ വി ഈസ് ഈക്വൽ ടു ഇ മൈനസ് ഐ ആർ എന്നുള്ള ഫോർമാറ്റിലേക്ക് വീണ്ടും ഈ പറയുന്ന ഇക്വേഷൻ നമ്മൾ മാറ്റുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ടോട്ടൽ ടേം, ഈ നെഗറ്റീവുള്ള ടോട്ടൽ ടേമിന് ലെഫ്റ്റ് സൈഡിലേക്കും ഐ എന്നുള്ള ടേമിനെ റൈറ്റ് സൈഡിലേക്കും കൊണ്ടുവരിക. അപ്പോൾ ഈ ടോട്ടൽ ടേം വി ഇൻറ്റു 1/R1 പ്ലസ് 1/R2 മൈനസ് വി ഇൻറ്റു 1/R1 പ്ലസ് 1/R2 എന്നുള്ള ടേം ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അത് പോസിറ്റീവ് ആവും. ഈക്വൽ ടു ഈ ടേം അതുപോലെ എടുത്ത് എഴുതുക E1/R1 പ്ലസ് E2/R2. ഐ എന്നുള്ള ടേം റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് ഐ ആവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വി ഇൻറ്റു 1/R1 പ്ലസ് 1/R2 ഈസ് ഈക്വൽ ടു E1/R1 പ്ലസ് E2/R2 മൈനസ് ഐ. ഇനി നമ്മളിവിടെ നിന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒന്ന് സോൾവ് ചെയ്യുക. ദാറ്റ് ഈസ് E1 ഇൻറ്റു R2 പ്ലസ് E2 ഇൻറ്റു R1 ഡിവൈഡഡ് ബൈ R1 ഇൻറ്റു R2 മൈനസ് ഐ. അത്രയും നമ്മൾ ആ സ്റ്റെപ്പിൽ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് വി എന്നുള്ള ഇക്വേഷനാണ് കിട്ടേണ്ടത്. വി എന്നുള്ള ഇക്വേഷൻ കിട്ടണമെങ്കിൽ ഈ 1/R1 പ്ലസ് 1/R2 എന്നുള്ള ടേമിനെ മൊത്തം ഇതിൻ്റെ RHSൽ നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ഈ ഇക്വേഷൻ അതേപോലെ എടുത്ത് ഞാൻ ഇവിടെ എഴുതി. ഓരോ ടേമുകളായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. 1/R1 പ്ലസ് 1/R2 ഇവിടെ ഡിവൈഡ് ചെയ്തു. ഇവിടെയും 1/R1 പ്ലസ് 1/R2 ഞാൻ ഡിവൈഡ് ചെയ്തു. സോ ഇവിടെ എന്ത് കിട്ടി? E1R2 പ്ലസ് E2R1, ഇത് R1 എന്നാണ്. E1R2 പ്ലസ് E2R1 ബൈ R1R2 ഹോൾ ഡിവൈഡഡ് ബൈ 1/R1 പ്ലസ് 1/R2 ഇനി മൈനസ് ഐ ഡിവൈഡഡ് ബൈ 1/R1 പ്ലസ് 1/R2. അപ്പോൾ വീണ്ടും E1R2 പ്ലസ് E2R1 ഡിവൈഡഡ് ബൈ R1R2 ഹോൾ ഡിവൈഡഡ് ബൈ ഈ 1/R1 പ്ലസ് 1/R2 എന്നുള്ളതിനെ നമ്മൾ ഇങ്ങനെ എഴുതി. R2 ഇൻറ്റു 1 ദാറ്റ് ഈസ് R2 പ്ലസ് R1 ഇൻറ്റു 1 ദാറ്റ് ഈസ് R1 ഡിവൈഡഡ് ബൈ R1 ഇൻറ്റു R2 മൈനസ് ഇവിടെയും അതേപോലെ തന്നെ സോൾവ് ചെയ്തു. ഐ ഡിവൈഡഡ് ബൈ R2 പ്ലസ് R1 ഡിവൈഡഡ് ബൈ R1R2. ഈ R1R2 മുകളിലേക്ക് എഴുതാം ന്യൂമറേറ്ററിലേക്ക്. സോ ഐ ഇൻറ്റു R1R2 ബൈ R1 പ്ലസ് R2. അപ്പോൾ ഈ സ്റ്റെപ്പ് വരെ നമ്മളെത്തി. ഇനി ഈ സ്റ്റെപ്പിൽ നമുക്ക് എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം? ഇവിടെ R1R2 ഉണ്ട്, അതുപോലെ ഇവിടെയും R1R2 ഉണ്ട്. അത് തമ്മിൽ നമ്മൾ ക്യാൻസൽ ചെയ്തു. ഇത് ക്യാൻസൽ ചെയ്തതിന് ശേഷം എങ്ങനെ എഴുതാം? E1R2 പ്ലസ് E2R1 ഡിവൈഡഡ് ബൈ ഇവിടെ ആരുണ്ട്? R2 പ്ലസ് R1 മൈനസ് ഐ ഇൻറ്റു R1R2 ബൈ R1 പ്ലസ് R2. അപ്പോൾ നമ്മൾ നോക്കൂ, ഈ ഇക്വേഷനിൽ ഇത്രയും ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വലൻ്റ് ആണ്. ഇത്രയും ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R ഇക്വലൻ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഈ ഇക്വലൻ്റ് കിട്ടി, അതുപോലെ തന്നെ R ഇക്വലൻ്റ് കിട്ടി. ഈ ഇക്വലൻ്റ് എന്താണ്? E1R2 പ്ലസ് E2R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. R ഇക്വലൻ്റ് എന്താണ്? R1R2 ബൈ R1 പ്ലസ് R2. നമ്മൾ ആവശ്യം എന്തായിരുന്നു? രണ്ട് സെല്ലുകൾ പാരലലി കണക്ട് ചെയ്യുന്നതിന് പകരം ഒറ്റ സെല്ല് കണക്ട് ചെയ്താൽ മതി. ഹാവിങ് ഇക്വലൻ്റ് EMF E1R2 പ്ലസ് E2R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അതുപോലെ തന്നെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിന് ഇക്വലൻ്റ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എത്ര മതി? R1R2 ബൈ R1 പ്ലസ് R2. അപ്പോൾ നമുക്കത് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ രണ്ട് സെല്ലുകൾ ഇവിടെ വരച്ച് B1 B2 എന്നുള്ള രണ്ട് പോയിന്റുകൾക്ക് ഇടയിൽ രണ്ട് സെല്ലുകൾ പാരലലി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന അതേ ഫലം തന്നെയാണ് നമുക്ക് ഇവിടെ ഒരു സെല്ല് എക്കും സിക്കും ഇടയ്ക്കിതാ ഈ ഇക്വലൻറ്റും അതുപോലെ തന്നെ ആർ ഇക്വലൻറ്റും. അപ്പോൾ ഈ വാല്യൂ ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞത്. ഈ ഇക്വലൻറ്റ് നമുക്ക് കിട്ടി, അതുപോലെ തന്നെ ആർ ഇക്വലൻറ്റ് കിട്ടി. അതിനർത്ഥം രണ്ട് സെല്ലുകൾ ഇങ്ങനെ പാരലലി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അതേ EMF ആണ് ഈ ഒരു സെല്ല് നമ്മളിവിടെ എക്കും സിക്കും ഇടയ്ക്ക് ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. അതിൻ്റെ അതേ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൻ്റെ അതേ എഫക്റ്റാണ് ഇവിടെയും കിട്ടുക. അപ്പോൾ ഇതാണ് ഇക്വലൻ്റ് EMFും അതുപോലെ തന്നെ ഇക്വലൻ്റ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസും എപ്പോൾ സെൽസ് ഇൻ പാരലൽ. ഇനി നമ്മൾ ഇക്വേഷൻ അതിൻ്റെ ഒരു പർട്ടിക്കുലർ നമുക്ക് എഴുതാനൊരു സിംപ്ലിഫൈ ചെയ്ത് ഒരു ഫോർമാറ്റിൽ എഴുതാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഇക്വലൻ്റ് എന്നുള്ള ഈ ഇക്വേഷനെ ആർ ഇക്വലൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? E1R2 പ്ലസ് E2R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ഡിവൈഡഡ് ബൈ ആർ ഇക്വലൻ്റ് എത്രയാണ്? R1R2 ബൈ R1 പ്ലസ് R2. അപ്പോൾ ഏതൊക്കെ ക്യാൻസൽ ചെയ്യും? ഡിനോമിനേറ്റർ ആയിട്ടുള്ള R1 പ്ലസ് R1 പ്ലസ് R2 ക്യാൻസൽ ചെയ്തു. നമുക്ക് എന്ത് കിട്ടും? E1R2 പ്ലസ് E2R1 ഡിവൈഡഡ് ബൈ R1 R2. അത് കിട്ടി. ഈ E1R2 പ്ലസ് E2R1 ബൈ R1 ഇൻറ്റു R2 എന്ന് നമുക്ക് കിട്ടി. ഈ ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ എഴുതാം? ഈ ഇക്വലൻ്റ് ബൈ ആർ ഇക്വലൻ്റ് ഈസ് ഈക്വൽ ടു ഓരോ ടേമിനെ നമ്മൾ R1 R2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക.
E1 R2 ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ R1 R2 പ്ലസ് സെക്കൻഡ് ടേം ഏതാണ് E2 R1 ഡിവൈഡഡ് ബൈ R1 ഇൻറ്റു R2. ഏതൊക്കെ ക്യാൻസൽ ചെയ്യാം? ഇവിടെ R2 ക്യാൻസൽ ചെയ്തു, ഇവിടെ R1 ക്യാൻസൽ ചെയ്തു. ഇനി ആര് ബാക്കിയുണ്ട്? ഇവിടെ E1/R1 ബാക്കിയുണ്ട്, പ്ലസ് ഇവിടെ E2/R2 ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 2 സെല്ലുകളാണ് നമ്മളിവിടെ പാരലലി കണക്ട് ചെയ്തത്. നമ്മൾ 3 സെല്ല് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ വരുമായിരുന്നു? E∫R∞ is equal to E1/R1 പ്ലസ് E2/R2 പ്ലസ് E3/R3. 4 സെല്ലുണ്ടെങ്കിൽ E1/R1 പ്ലസ് E2/R2 പ്ലസ് E3/R3 പ്ലസ് E4/R4. അപ്പോൾ n സെൽസ് ഉണ്ടെങ്കിലോ ഈ ഇക്വേഷൻ അതേപോലെ കുറേ എഴുതിയിട്ട് E1/R1 പ്ലസ് E2/R2 പ്ലസ് E3/R3 അപ് ടു പ്ലസ് En/Rn. അപ്പോൾ അതാണ് നമ്മളെ ജനറൽ കണ്ടീഷൻ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഈ ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്തത്. അപ്പോൾ നമുക്ക് പറയാം, ഫോർ n സെൽസ് ഇൻ പാരലൽ, ഈ ഇക്വേഷനാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഫോർ n സെൽസ് ഇൻ പാരലൽ അല്ലേ, n സെല്ലുകൾ നമ്മൾ പാരലലി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ E∫R∞ എന്നുള്ള റിലേഷൻ എന്ത് കിട്ടും? E1/R1 പ്ലസ് E2/R2 പ്ലസ് E3/R3 പ്ലസ് അപ് ടു പ്ലസ് En/Rn. ഇത് പഠിച്ചു വയ്ക്കുക. നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യണമെങ്കിൽ വളരെ എളുപ്പം സോൾവ് ചെയ്യാം ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ. ഇനി എന്താണ് R ഇക്വലൻറ്റ്? R1R2/R1 പ്ലസ് R2 ആണ് R ഇക്വലൻറ്റ്. അങ്ങനെയാണെങ്കിൽ 1/R ഇക്വലൻറ്റ് എന്തായിരിക്കും? ഇതിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും അല്ലേ? നേരെ തിരിച്ചെഴുതുക, R1 പ്ലസ് R2/R1 ഇൻറ്റു R2. ഇനി നിങ്ങൾ ഓരോ ടേമുകളായിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കൂ. ഫസ്റ്റ് R1നെ R1R2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, പ്ലസ് നെക്സ്റ്റ് R2നെ R1R2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ R1 ക്യാൻസലായി, ഇവിടെ R2 ക്യാൻസലായി. നമുക്ക് എന്ത് കിട്ടും? 1/R ഇക്വലൻറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് കിട്ടും? 1/R2 പ്ലസ് 1/R1 എന്ന് നമുക്ക് കിട്ടും. അതൊന്നുകൂടി നമ്മൾ തിരിച്ച് ഫോർമാറ്റ് എഴുതി കഴിഞ്ഞാൽ അങ്ങനെ കിട്ടും 1/R1 പ്ലസ് 1/R2 അല്ലേ? 1/R ഇക്വലൻറ്റ് ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2. ഇത് 2 സെല്ലുകൾ ഉപയോഗിക്കുമ്പോഴാണ് ഇങ്ങനെ. 3 സെല്ലാണെങ്കിലോ ഇവിടെ എന്ത് കൂടെ വരും? പ്ലസ് 1/R3. 4 സെല്ലുണ്ടെങ്കിൽ പ്ലസ് 1/R4. ഈ രീതിയിലാണ് ഇക്വേഷൻ വരിക. അപ്പോൾ നമുക്ക് n സെല്ലുകൾ ഉണ്ടെങ്കിലോ 1/R ഇക്വലൻറ്റ് ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 അപ് ടു പ്ലസ് 1/Rn. അപ്പോൾ സെല്ലുകൾ പാരലലി കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ ബോക്സിലുള്ള റെഡ് കളർ ബോക്സ് കൊടുത്തിട്ടുള്ള 2 ഇക്വേഷനുകൾ കൃത്യമായി നിങ്ങൾക്ക് ഓർമ്മ വേണം. എന്തൊക്കെയാണ് ഇക്വേഷൻ? E∫R ഇക്വലൻറ്റ് ഈസ് ഈക്വൽ ടു E1/R1 പ്ലസ് E2/R2 അപ് ടു പ്ലസ് En/Rn. ഇനി അതുപോലെ തന്നെ 1/R ഇക്വലൻറ്റ് ഇക്വേഷൻ എന്താണ്? 1/R1 പ്ലസ് 1/R2 അപ് ടു പ്ലസ് 1/Rn. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സീരീസ് കണക്ഷൻ ഓഫ് സെല്ല് അതുപോലെ തന്നെ പാരലൽ കണക്ഷൻ ഓഫ് സെല്ല് വളരെ കൃത്യമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം. ഇത്രയും നേരം വീഡിയോ കണ്ട മുഴുവൻ ആളുകൾക്കും നന്ദി.